അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين وخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم ابنة عمران التي أحسنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഹാഫിദീങ്ങളായതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 7ാമത് കലിമ വാർഷികവും 4th സനദ് ദാനവുമാണ്. ആ ഒരു പ്രോഗ്രാമിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രതിഫലാർഹമായ ഒരു കർമ്മം, അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ സമൂഹത്തിന്, ജിന്നുവർഗത്തിനും അള്ളാഹു അവതരിപ്പിച്ചതാണ് വേദം, വിശുദ്ധ ഖുർആൻ. ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ അതത് സമൂഹത്തിലേക്ക്, അതത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് ഉൾക്കൊള്ളാനും പഠിക്കാനുമുള്ള ഒരു വേദമാണ് അള്ളാഹു നൽകിയിരുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കും ജിന്നുവർഗത്തിനുമുള്ള മാർഗദർശക ഗ്രന്ഥമാണ്. ജിന്നുവർഗത്തിന് എന്ന് പറയുന്നത് ബോധപൂർവമാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഏറ്റവും അത്ഭുതകരമായ വേദമാണ് എന്ന് ജിന്നുകളാണ് പറഞ്ഞത്. അവർ പറഞ്ഞു, ഞങ്ങൾ കേട്ടു, ഇന്നാ സമിഅന ഖുർആനൻ അജബ എന്ന് സൂറ ജിന്നിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ വ്യക്തമായ തെളിവടയാളമാണ്, അല്ലെങ്കിൽ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഏറ്റവും വ്യക്തമായ മാർഗനിർദ്ദേശമാണ്, മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനും കുടുംബിനികളും എന്നതാണ് എൻ്റെ വിഷയം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിശുദ്ധ ഖുർആനിനെ നിരന്തരമായി വായിക്കപ്പെടുന്നൊരു വേദം എന്ന നിലക്ക് പൂർവ്വകാലങ്ങളിൽ അതിനെ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കുകയും എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്തു. അതിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ആളുകൾ ശ്രമിച്ചിരുന്നില്ല എന്നതൊരു വസ്തുതയാണ്. പിന്നീട് വിശുദ്ധ ഖുർആനിൻ്റെ പഠന മനനങ്ങൾക്ക് വേണ്ട ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അത് തഫ്സീറുകളാണ്, ഖുർആൻ പഠന ക്ലാസ്സുകളാണ്, വ്യത്യസ്ത ഇനം കോഴ്സുകളാണ്, ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള തിരിച്ചറിവിലൂടെ വിശുദ്ധ ഖുർആനിനെ ഏറെ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്ത് മനുഷ്യർക്കിടയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതിനിടയിൽ എന്തുകൊണ്ടാണ് വേണ്ടത്ര സ്വാധീനം ചെലുത്താത്തത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഖുർആൻ ശരിക്കും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ, കോമൺ സെൻസ് ഉപയോഗിക്കുന്നില്ലേ എന്ന് ഒരുപാട് സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തതദബ്ബറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അഫലാ തഫ്ഖഹൂൻ, നിങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ആരോടാണ് ഈ ചോദ്യം എന്ന് ചോദിച്ചാൽ ശരിക്കും ഇത് ബുദ്ധിയുള്ള, തിരിച്ചറിവുള്ള, ബോധ്യമുള്ള മനുഷ്യ സമൂഹത്തോടാണ്. മനുഷ്യ സമൂഹത്തോട് മൊത്തത്തിലാണ് ചോദിക്കുന്നത്. ആൺ പെൺ ഭേദമന്യെയാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അവിടെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? വിശുദ്ധ ഖുർആനിനെ ആലോചിക്കുന്നുണ്ടോ നമ്മൾ? വിശുദ്ധ ഖുർആനിൻ്റെ പിറകെ കൂടുന്നുണ്ടോ നമ്മൾ? വിശുദ്ധ ഖുർആനിനെ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ നമ്മൾ? തീർച്ചയായും ഖുർആനിൻ്റെ പിറകെ കൂടിയാൽ, ഖുർആനിനെ പഠിക്കാൻ ശ്രമിച്ചാൽ, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്താൽ
അറിവിൻ്റെ ഒരു വലിയ ലോകത്തേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുർആനിനെ പഠിക്കുകയും അതിനെ മനനം നടത്തുകയും ഒക്കെ ചെയ്തത്. അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിൻ്റെ ബോധ്യത്തിലേക്ക് നമ്മുടെ സമൂഹം എത്താത്തതിൻ്റെ എല്ലാ പിഴവുകളും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന, ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, നമുക്ക് നൽകിയിരിക്കുന്ന കാണാനുള്ള ശേഷി, കേൾക്കാനുള്ള ശേഷി, തിരിച്ചറിയാനുള്ള ബുദ്ധിപരമായ സവിശേഷമായ ശക്തി, ചിന്തിക്കാനുള്ള കഴിവ് ഒക്കെ തന്നെയും ഇതെല്ലാം നൽകിയ സൃഷ്ടാവും രക്ഷിതാവും അന്നദാതാവും പരിപാലകനുമായ അള്ളാഹുവിനെ കണ്ടെത്താനും മനസ്സിലാക്കാനും നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു മാർഗത്തിലേക്ക് നമ്മൾ കടക്കാത്തത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടെയാണ് മുമ്പത്തേതിൽ നിന്ന് മാറിയിട്ട് സ്ത്രീകൾ ഒരുപാട് ഖുർആൻ പഠിക്കുന്നവരാണിപ്പോൾ. ഖുർആനിൻ്റെ വ്യത്യസ്തമായ ഹിഫ്ള് കോഴ്സുകളിൽ അവർ ചേരുന്നുണ്ട്. ഒരുപാട് പേർ തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നുണ്ട്. വളരെ നന്നായി മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർ ഹാഫിളിങ്ങളാണ്. മുമ്പൊക്കെ പുരുഷന്മാരാണ് ഹിഫ്ള് ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് ഒരുപാട് സ്ത്രീകളും ഉണ്ട്. ഒരുപാട് പേര് വ്യത്യസ്തമായ ഖുർആൻ പഠന കോഴ്സുകളിൽ ചേർന്നിട്ട് വ്യത്യസ്തമായ സൂറത്തുകൾ ഹിഫ്ള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കലാം ആണ്. കലാം എന്ന് പറഞ്ഞാൽ സംസാരമാണ്. ഖൗല് എന്ന് പറഞ്ഞാൽ വാക്കാണ്. ഖൗലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് എന്ന് പറയും. കലാം എന്ന് പറയുമ്പോൾ സംസാരം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളത് കേൾക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ സംസാരം എനിക്കും കേൾക്കാൻ പറ്റണം. അപ്പോഴാണ് ഒരു സംസാരം രൂപപ്പെടുന്നത്. അത് ഫോണിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഏത് മീഡിയ ഉപയോഗിച്ചാണെങ്കിലും നേർക്ക് നേരെയാണെങ്കിലും. വിശുദ്ധ ഖുർആൻ മൂസാ നബിയെ കുറിച്ച് പറയുന്നത് കലീമുല്ലാഹി മൂസ എന്നാണ്. അള്ളാഹുമായിട്ട് ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് മൂസാ നബി അലൈഹിസ്സലാമയുമായി മാത്രമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുമായി സംസാരിച്ച ആൾ മൂസ എന്നതുകൊണ്ട് കലീമുല്ലാഹി മൂസ എന്ന് പേര് വെച്ചു. അള്ളാഹു മൂസാ നബിയോട് ചോദിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. മൂസാ നബി അള്ളാഹുവിനോട് തിരിച്ച് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യ സമൂഹത്തിൽ നേർക്ക് നേരെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. നേർക്ക് നേരെ അള്ളാഹുവിനോട് സംസാരിച്ച ഒരേ ഒരാൾ മൂസാ നബി മാത്രമാണ്. അവിടെ ഒരു സംസാരമാണ് നടന്നത്. ഇതേപോലെ അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ആ സംസാരത്തിൽ നമ്മളിങ്ങനെ മൗനികളാകുന്നത്? എന്തുകൊണ്ടാണ് നമ്മളത് തിരിച്ചറിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മളതിൻ്റെ പൊരുൾ മനസ്സിലാക്കാത്തത്, തിരിച്ചറിയാത്തത്? ഞാൻ നോമ്പിന് ക്ലാസ് എടുത്തപ്പോൾ ഒരിക്കൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, വമാ അദുറാക മാ ലൈലത്തുൽ ഖദർ എന്ന് നമ്മൾ തിരിച്ച് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. നിനക്കറിയോ ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന്? വമാ അദുറാക മൽ ഖാരിഅ, ഖാരിഅ എന്നാൽ എന്താണെന്ന് നിനക്കറിയോ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നു എന്നതല്ലാതെ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ സവിശേഷതയെക്കുറിച്ച്, അതിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച്, അത് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് എത്ര പേർക്ക് കൃത്യമായ ബോധ്യമുണ്ട്? ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ആളുകൾ ആ ദിവസത്തെ രാവ് പകലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും അതിന്റെ സജീവത നിലനിർത്തിയും ജീവിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമാണ്. അല്ലെങ്കിൽ നമുക്കതിൻ്റെ തിരിച്ചറിവ് ലഭിക്കാതെ പോയി എന്നതാണ്. അതുകൊണ്ടാണ് ആ കലാമിനെ, ആ സംസാരത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവുമായിട്ട് നിരന്തരമായി സംവദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം എന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാകും? കുടുംബിനികൾ എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, അറിയേണ്ട. നിങ്ങൾക്കറിയോ, ലോകത്തൊരു പക്ഷേ ഇത്രമേൽ മഹത്തരമായ ലോകാവസാനം വരെയുള്ള ഒരു വേദപുസ്തകത്തിൽ സ്ത്രീകളെ കുറിച്ച് എന്തുമാത്രം പരാമർശങ്ങളാണ് വന്നിട്ടുള്ളത്? എത്രമാത്രം സ്ത്രീകളെ കുറിച്ചാണ് അതിൽ സംസാരിച്ചിട്ടുള്ളത്? വ്യത്യസ്തമായ വിഷയങ്ങളിൽ ആനുപാതികമായിട്ട് ഖുർആൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ലോകാവസാനം വരെ ചിന്തിച്ചാലും പറഞ്ഞാലും എഴുതിയാലും തീരാത്ത അത്രയും സവിശേഷമായ ഒട്ടനേകം കാര്യങ്ങൾ ഈ വേദപുസ്തകത്തിൽ സ്ത്രീകളെ കുറിച്ച് പറയുന്നു.
അവരെ ബഹുമാനിക്കേണ്ടതിനെക്കുറിച്ച്, അവരെ ആദരിക്കേണ്ടതിനെക്കുറിച്ച്, ത്വലാഖിനെക്കുറിച്ച്, ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്ത്രീയോട് എങ്ങനെയുള്ള സമീപനമാണ് വേണ്ടത് എന്നത്, അവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നത്, സ്വത്തവകാശത്തെക്കുറിച്ച്, അവർക്ക് കിട്ടേണ്ടതിനെക്കുറിച്ച്, അവർക്ക് കൊടുക്കാതിരുന്നാലുള്ള പ്രശ്നത്തെക്കുറിച്ച് എന്ന് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ. ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട് അവരുടെ മേലുണ്ടായിരുന്ന അപവാദത്തെക്കുറിച്ച് 10ഓളം ആയത്തുകളാണ് ഇറങ്ങിയത്. ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിലെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന എല്ലാവർക്കും അതൊരു പാഠമായിരിക്കണം എന്നത്. സത്യവിശ്വാസിയും സദ്വൃത്തകളുമായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് തിരിച്ചറിവില്ലാതെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ, ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയെയും മോശമായി ചിത്രീകരിക്കരുത് എന്ന വലിയ പാഠങ്ങളാണ് അതിലൂടെ നൽകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ലിഹാറിനെ കുറിച്ച് സങ്കടം പറഞ്ഞ് ആവലാതി പറഞ്ഞ ഖൗല ബിൻത് സഅലബയെ കുറിച്ച് അവരുടെ സങ്കടങ്ങൾക്ക് എന്ത് മറുപടി പറയണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാതിരുന്ന ഒരു സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ അവതരിക്കാണ്. അവര് തർക്കിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലത്തിൽ മുജാദല എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവൾ എന്നാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ 2 കരങ്ങളും ഉയർത്തി ആകാശ ലോകത്തേക്ക് ഇത്തരത്തിലുള്ള നീചമായ കൃത്യങ്ങൾക്കൊരു പരിഹാരം വേണമെന്ന് അവർ ഉറക്കെ ചോദിച്ചതിന്റെ, ആവശ്യപ്പെട്ടതിന്റെ അവസ്ഥയിൽ നമുക്ക് ഈ തിരിച്ചറിവും പാഠങ്ങളും അള്ളാഹു നൽകുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ലോകത്തെ എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും മാതൃകയായിട്ട് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? 2 സ്ത്രീകളെയാണ്. ലോകത്തെ എല്ലാ അവിശ്വാസികൾക്കും മാതൃകയായിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ പോലെ ആകരുത് എന്ന് അള്ളാഹു പറയുന്നത് 2 സ്ത്രീകളെ കുറിച്ച് തന്നെയാണ്. ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാരെ കുറിച്ചാണ് അവിശ്വാസികൾക്ക് മാതൃകയായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പെട്ടുപോകരുത്. അവരുടെ ഭർത്താക്കന്മാർ പ്രവാചകന്മാരായിരുന്നിട്ടും ഏറെക്കാലം ആ പ്രവാചകന്മാരുടെ കൂടെ ജീവിക്കാനുള്ള മഹാഭാഗ്യമുണ്ടായിട്ടും സത്യയാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയ, ഏകദൈവ വിശ്വാസത്തിൽ നിന്നും ആദർശബോധ്യത്തിൽ നിന്നും തെന്നിമാറി ജീവിച്ച നൂഹ് അലൈഹിസ്സലാമയുടെ ഭാര്യ, അവർ വളർത്തിയ മകൻ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് ഇവിടെ സനതെടുക്കാൻ വന്നിട്ടുള്ള ഹാഫിദീങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട മക്കൾ, അവർക്ക് മുമ്പ് പിന്നിൽ പ്രചോദകരായിട്ട് നിന്നിട്ടുള്ള മാതാപിതാക്കളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, ഒരുപക്ഷെ ഉമ്മയുടെ കരുതലും ഉമ്മയുടെ സ്നേഹവും ഉമ്മയുടെ വാത്സല്യവും ഉമ്മയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളുമാണ് ഒരു കുഞ്ഞിന്റെ അത്തരത്തിലുള്ള വളർച്ചയ്ക്ക് പിറകിലുള്ളത് എന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. നമ്മളാണ് മക്കളോട് ഏറെ അടുപ്പമുള്ളവർ. നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകണം. മുലപ്പാല് കൊടുക്കുന്ന അവസരം തുടങ്ങിയിട്ട് ചേർത്ത് പിടിക്കുന്ന ഓരോ ഘട്ടത്തിലും നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സത്യസന്ധമായ തിരിച്ചറിവിന്റെ പാഠങ്ങളുണ്ട്. ഇത് എത്രത്തോളം നമുക്കറിയാം എന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. ആയിരക്കണക്കിന് കഥകളുള്ള, ചരിത്രങ്ങളുള്ള, ഒരുപാട് സവിശേഷമായിട്ടുള്ള കാലഘട്ടങ്ങളെക്കുറിച്ച്, ആ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തെക്കുറിച്ച്, അതിൽ ശിക്ഷിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ജനതയെക്കുറിച്ച്, പിന്നെ എന്തെല്ലാം ശിക്ഷകളാണ് ഓരോ സമൂഹത്തിനും വന്ന് ഭവിച്ചത് എന്നത്, ഓരോ ശിക്ഷയിൽ പോലും അത്ഭുതങ്ങളുണ്ട്. ഇനി നമ്മളിങ്ങനെ ഖുർആൻ പഠിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ഒരു ലോകത്തേക്ക് ഖുർആൻ കൊണ്ടുപോകുക. ആദ്യ പ്രബോധിത സമൂഹമായിരുന്ന നൂഹ് നബിയുടെ ജനതയെ അതിശക്തമായ വെള്ളപ്പൊക്കത്തിലാണ് അള്ളാഹു നശിപ്പിച്ചത് എങ്കിൽ, അത്തരത്തിലുള്ളൊരു വെള്ളപ്പൊക്കം വന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഹൂദ് അലൈഹിസ്സലാമയുടെ ജനതയെ അതേപോലെ തന്നെ അതിശക്തമായ കാറ്റിലൂടെയാണ് അള്ളാഹു നശിപ്പിച്ചത് എങ്കിൽ, 7 രാവും 8 പകലും തുടർച്ചയായി അടിച്ചു വീശിയ അതിശക്തമായ കാറ്റിൽ അത്രയും വലിയ ഭീമാകാരന്മാരായിട്ടുള്ള മനുഷ്യരെ ഈത്തപ്പന ഇങ്ങനെ കടപുഴക്കി എടുത്തിട്ട് ദൂരേക്ക് വലിച്ചെറിയുന്നത് പോലെ അള്ളാഹു എറിഞ്ഞപ്പോൾ ഒരുപക്ഷെ സമൂദ് ഗോത്രത്തിന് സ്വാലിഹ് നബിയുടെ ജനതയ്ക്ക് തോന്നിയിട്ടുണ്ടാവും, അങ്ങനെ അല്ലാത്ത ഈ കരിങ്കല്ലിൽ തന്നെ, അല്ലെങ്കിൽ മലകൾ തുറന്ന് വീടുണ്ടാക്കിയാൽ അതിനുള്ളിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാകുമെന്നൊരു പക്ഷെ അവർ കരുതിയിരുന്നിരിക്കാം. ആ സുരക്ഷിതത്വത്തെ പോലും അവരെ ആ വീടുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് അള്ളാഹു കൊണ്ടുവന്നിട്ട് നല്ല മഴക്കാറ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അവർക്ക്. ആ മഴക്കാറ് കണ്ടപ്പോൾ മഴ അത്രമേൽ ലഭ്യമല്ലാത്ത സമൂഹം ഇപ്പോൾ മഴ പെയ്യുമെന്ന് കൊതിച്ചിരിക്കുകയാണ്. അതിശക്തമായ ഘോരമായ ഇടുത്തിയിലൂടെ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഓരോ ആപത്തുകൾ അല്ലെങ്കിൽ ഓരോ ശിക്ഷ അവർക്ക് വന്നതിൻ്റെ പിറകിൽ പോലും അള്ളാഹുവിൻ്റെ കൃത്യമായ ആസൂത്രണമുണ്ട്.
ഇനി നമ്മൾ വിചാരിക്കേണ്ട ഈ സമൂഹത്തേക്ക് അള്ളാഹുവിൻ്റെ ദാസന്മാരായിട്ടും എന്തേ എങ്ങനെ ശിക്ഷിച്ചു കളഞ്ഞത് എന്ന് തോന്നണ്ട. എത്ര വർഷമാണ് ചില പ്രവാചകന്മാർ പ്രബോധനം നടത്തിയത്? 950 വർഷം പ്രബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു ചെറിയ കാലമല്ല എന്ന് നമുക്കറിയാം. ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് തെളിവടയാളങ്ങൾ, പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ, ഇതെല്ലാം പാടെ വിസ്മരിച്ചൊരു സമൂഹം ഈ ഭൂമിക്ക് ഭാരമാണ്. അവരിലൂടെ വളർന്നു വരുന്ന പിന്നീടുള്ള തലമുറ പോലും മഹാമോശക്കാരായിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, പടച്ച തമ്പുരാനെ, ഇനിയും ഈ തലമുറയിൽ നിന്നും ഈ ജനങ്ങളിൽ നിന്നും ഒരു തലമുറ വരുന്നുവെങ്കിൽ അവർ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാവില്ല എന്ന ഏകദൈവ വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോയ ആ സമൂഹത്തെ ഇനി ശിക്ഷിക്കുകയല്ലാതെ ഇത്രയും വർഷം 950 വർഷം പ്രബോധനം നടത്തിയിട്ടും ഒരു രക്ഷയും ഉണ്ടായില്ല എന്ന ബോധ്യമാണ് ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ പറയുന്നത് 950-ൽ പരം വർഷങ്ങൾ കൂടെ ഉണ്ടായിട്ട് പോലും ഈ നൂഹ് നബിയുടെ ഭാര്യയ്ക്ക് തിരിച്ചറിയാനോ പാഠം ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ സാധിച്ചില്ല എന്ന് വരുമ്പോൾ അതൊരു കഷ്ടമാണ്. അവർ വളർത്തിയ മകൻ പോലും അതുകൊണ്ട് തന്നെ നേരെ ചൊവ്വേ ഒരു വിശ്വാസത്തിൻ്റെ തിരിച്ചറിവിലേക്ക് വന്നെത്തിയില്ല എന്നതും ആ മഹാപ്രളയത്തിൽ ആ മകൻ മരണപ്പെട്ടു എന്നതും നമുക്കറിയാവുന്ന സത്യമാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുക്കുമ്പോഴും നമുക്ക് കാണാം. ലൂത്ത് നബിയുടെ ഭാര്യ, അവര് സ്വർഗരതിക്കാരായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ അതൊക്കെ തലപൊക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം മ്ലേച്ഛമായ വൃത്തികെട്ടതാണ്. അത്തരത്തിലുള്ള ഒരു തെറ്റിന് കൂട്ടുനിൽക്കുകയും അത്തരക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്ത ആ സ്ത്രീയെയും അള്ളാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് ഉണ്ടായത്. അവരെയും ഖുർആൻ സത്യനിഷേധികൾക്ക് മാതൃകയായിട്ട് ഖുർആനിലൂടെ ഉദാഹരിച്ചു തരുമ്പോൾ സത്യവിശ്വാസികൾക്ക് മാതൃകയായിട്ട് അള്ളാഹു ഉദാഹരിക്കുന്നത് ഫിർഔനിൻ്റെ ഭാര്യ ആസിയ ബീവിയെയും അതേപോലെ തന്നെ മറിയം ബീവിയെയുമാണ്. എത്ര കാലം പറഞ്ഞാലാണ് അവരുടെ ചരിത്രം തീർക്കാനാകുന്നത് എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. അത്രമേൽ വലിയ ഒരു ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ അവരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നമുക്ക് എത്രത്തോളം അവരെക്കുറിച്ച് അറിയാം എന്നതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടത്. സാധാരണ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലെ ചെറിയ പിശകുകൾ, അവരുടെ പ്രശ്നങ്ങൾ, അതിനൊക്കെ ഊതി വീർപ്പിച്ച് ഇപ്പോൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ പോലും ഒരുപാട് നിബന്ധനകൾ വെക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭർത്താക്കന്മാരുടെ ഉമ്മയെ വാപ്പയെ നോക്കാൻ പറ്റൂല, വീട്ടിലെ പണിയൊന്നും എടുക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകൾ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് തന്നെ ചോദിച്ചും അതിനൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം കല്യാണം മതി എന്ന നിബന്ധനകളൊക്കെ സൂക്ഷിച്ചുമൊക്കെ ജീവിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്തെല്ലാം ക്രൂരതകൾ കാണിക്കുന്ന ഫിർഔൻ എന്ന ഭരണാധികാരിയുടെ കൂടെ എത്ര വർഷമാണ് ആസിയ ബീവി ജീവിച്ചത്? എന്തുമാത്രം ത്യാഗങ്ങളാണ് അവർ അനുഭവിച്ചത്. അവസാനം അവരെയും കൊന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പക്ഷെ ജീവിതത്തിൻ്റെ തിക്തമായ ജീവിതാനുഭവങ്ങളിലൂടെ പോകുമ്പോഴും ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും കുറ്റപ്പെടുത്തലും അലോസരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അവർ വളർത്തിയ കുഞ്ഞാണ് മൂസ അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ മൂസാ നബിയെയല്ലേ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്? മൂസാ നബിയെ ഉമ്മയെക്കുറിച്ചും ഖുർആനിൽ പറഞ്ഞില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക. മൂസാ നബിയുടെ ഉമ്മയെ പറഞ്ഞു, മൂസാ നബിയുടെ സഹോദരിയെ പറഞ്ഞു, മൂസാ നബി കല്യാണം കഴിച്ച പെൺകുട്ടിയെ പറഞ്ഞു. എത്ര സ്ത്രീകളെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത്? നമുക്ക് വല്ലതും അറിയോ അവരെ കുറിച്ച്? നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടോ? അഭിപ്രായങ്ങളുള്ള, തീരുമാനങ്ങളുള്ള, വാപ്പയുടെ മുമ്പിൽ തൻ്റെ ഇടത്തോടു കൂടി അഭിപ്രായം പറയുന്ന മൂസാ നബിയുടെ ഭാര്യയെക്കുറിച്ച് പോലും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സാറ ബീവിയെ കുറിച്ച് പറഞ്ഞു, ഹാജറ ബീവിയെ കുറിച്ച് പറഞ്ഞു. കുടുംബിനികൾക്ക് തിരിച്ചറിവിന്റെ പാഠങ്ങളായി എന്തുമാത്രം സ്ത്രീകളെയാണ്. അവരെയൊന്നും വെറുതെ പറഞ്ഞതല്ലല്ലോ. അവരുടെ പിന്നിലൊക്കെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ചരിത്രവും യാഥാർത്ഥ്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഹജ്ജിന്റെ കാലമാണല്ലോ. തീർച്ചയായിട്ടും ഹാജറ ബീവിയെ ഓർക്കാതെ ആർക്കാണ് ഹജ്ജ് ചെയ്യാനാവുക? ഒരുപക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏറെ മക്കത്തെത്തുമ്പോൾ ആ ഒരു ഹജ്ജിന്റെ സീസണിൽ നമ്മൾ ഹാജറ ബീവിയെ വല്ലാതെ ഓർക്കേണ്ടി വരുന്നു എന്നതാണ്. പിഞ്ചു കുഞ്ഞിനെ മാറോട് ചേർത്ത് ഒറ്റപ്പെട്ടുപോയൊരവസരത്തിൽ ഒട്ടും തന്നെ അവർക്ക് വേവലാതി ഉണ്ടായില്ല, അവർക്ക് സങ്കടമുണ്ടായിട്ടുണ്ടാവാം.
കുഞ്ഞ് വാവിട്ട് കരയുമ്പോൾ ഏത് ഉമ്മക്കാണ് സങ്കടം ഇല്ലാതിരിക്കുക? അവരൊരു പക്ഷെ അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ആ പ്രയാസമാണ് സഫയുടെയും മർവയുടെയും മുകളിലേക്ക് കയറാൻ അവർക്ക് പ്രേരകമായത്. അത്രമാത്രം ദൂരെ ഇങ്ങനെ 7 പ്രാവശ്യം ഓടി നടക്കാൻ അവരുടെ മനസ്സിൽ വന്ന പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ കുഞ്ഞിനെ കുറിച്ചുള്ള അതിനിച്ചിരി വെള്ളം കൊടുക്കാനുള്ള ആ ഒരു വേവലാതിയിൽ നിന്നാണ്. അവിടെയും നമുക്ക് അവരിലുള്ള വലിയ പ്രതീക്ഷ കാണാം. ഒരൊറ്റ നടത്തം കൊണ്ട് അവർ അവസാനിച്ചില്ല. സഫയിൽ നിന്ന് തുടങ്ങി മർവയിലേക്കും, മർവയിൽ നിന്ന് തുടങ്ങി സഫയിലേക്കും നിരന്തരം 7 പ്രാവശ്യം അവർ ആ മലയുടെ മുകളിലേക്ക് 2 ഭാഗത്തേക്കും കയറി നോക്കിയെങ്കിൽ എവിടെയെങ്കിലും ഒരു പച്ചപ്പ് കാണുന്നുണ്ടോ, എവിടെയെങ്കിലും ഒരു പറവ പറക്കുന്നുണ്ടോ എങ്കിൽ അവിടെ ഒരിത്തിരി വെള്ളമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ആര് പറഞ്ഞിട്ടാ എന്നെ ഇവിടെ നിർത്തിപ്പോയത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ വസ്ത്രാഞ്ചലം പിടിച്ചവരിങ്ങനെ ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബിക്ക് സങ്കടമില്ലേ? എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആറ്റുനോറ്റു കിട്ടിയ കുഞ്ഞ് പൈതലിനെയും ഉമ്മയെയും ആ മണരാരണ്യത്തിൽ ഒറ്റക്ക് നിർത്തിപ്പോകുമ്പോൾ ഇന്നത്തെ മക്കയല്ല അത്, ഇന്നത്തെ മക്കയല്ല. ഇന്ന് ആളും അർത്ഥവും ബഹളവും കടകളും ഒക്കെയുണ്ട്. അന്ന് പുല്ലും പുൽച്ചാഴിയുമില്ലാത്ത ഒറ്റപ്പെട്ടിരിക്കുന്ന ആരുമില്ലാത്ത ആ മരുഭൂമിയിൽ ഇങ്ങനെ ഒറ്റക്ക് നിർത്തിപ്പോകുമ്പോൾ ഇബ്രാഹിം നബിയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകും, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന അതേപടി പാലിച്ചു എന്നതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഓരോ ചരിത്ര സത്യങ്ങളും. നമ്മൾ ആലോചിക്കുക, വെറുതെ അള്ളാഹു ഇബ്രാഹിം നബിയെ കുറിച്ച് ഖലീലുള്ള എന്ന് പറയോ? അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന അത്രമേൽ വലിയൊരു പൊസിഷനിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാറിയെങ്കിൽ ശരിക്കും അത് അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ. ഈ ലോകത്തെ സെലിബ്രിറ്റികളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയും, അവരുടെ കൂട്ടുകാരാകുന്നതിൽ അഭിമാനിക്കും. മമ്മൂട്ടി എൻ്റെ മാമാടെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെ ഇതുണ്ടല്ലോ, എൻ്റെ ചങ്കാണെന്നൊക്കെ പറയുന്ന ഒരനുഭവം ഉണ്ടല്ലോ. ഒരു ദിവസം ഒരു ഡിന്നർ കഴിക്കാന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വലിയ ആനന്ദമൊക്കെ. ഇത് ഖലീലുള്ള എന്ന വാക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമായ അതിൻ്റെ വികാസം നമുക്കറിയാത്തത് കൊണ്ടാണ്. അല്ലാഹു ഖുർആനിൽ പറയണില്ലേ, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അള്ളാഹുവിനെ നിങ്ങൾ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്നാണ്. ഈ ലോകത്ത് ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഒന്നിനോട് തുല്യമായിട്ടില്ല. ഇവിടുത്തെ ഒരു ഇലയും മറ്റൊരിലയോട് തുല്യമല്ല, ഒരു പൂവും മറ്റൊരു പൂവിനോട് തുല്യമല്ല, ഒരു മൺതരിയും മറ്റൊരു മൺതരിയോട് തുല്യമല്ല, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് തുല്യമല്ല, ഒരു മനുഷ്യന്റെ വിരൽത്തലപ്പും മറ്റൊരു മനുഷ്യന്റെ വിരൽത്തലപ്പിനോട് തുല്യമല്ല. എല്ലാം വ്യത്യസ്തമായി സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ്, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, കാണാത്ത വിധം ഭൂമിയും ഈ പ്രകൃതിയിലെ സകല പ്രതിഭാസങ്ങളെയും സൃഷ്ടിച്ചവൻ, നക്ഷത്ര കോടികളെ സൃഷ്ടിച്ചവൻ, ഓരോ പക്ഷികളെ കുറിച്ച് പോലും അള്ളാഹു പറയാണ് അതൊരു ഉമ്മത്താണ് എന്ന് പറയുമ്പോൾ ഓരോ സമൂഹമാണ്, ഓരോ കൂട്ടമാണ്. എത്രയെത്ര പക്ഷികൾ, എത്രയെത്ര മൃഗങ്ങൾ, എത്രയെത്ര കൃമികീടങ്ങൾ, എത്രയെത്ര സസ്യലതാദികൾ, വൃക്ഷങ്ങൾ, അതിൻ്റെയൊക്കെ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമായ പടച്ചതമ്പുരാന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന വിശേഷണത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്തിയത് എല്ലാ കാര്യങ്ങളും പറയണത് പോലെ അനുസരിക്കുന്നത് കൊണ്ടാണ്. എന്ത് പറഞ്ഞാലും ഇബ്രാഹിം നബി തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്തിനാണ് അല്ലാഹ് എത്രയോ വർഷം ഞാൻ ആറ്റുനോറ്റ് കിട്ടിയ എൻ്റെ കുഞ്ഞു പൈതലിനെയും എൻ്റെ ഭാര്യയെയും ഈ മണലാരണ്യത്തിൽ ഒറ്റയ്ക്കിട്ട് പോകാൻ നീ പറയണത്? നീ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേട്ടോളാം എന്ന് ഇബ്രാഹിം നബി പറഞ്ഞിട്ടില്ല. നമ്മളാണെങ്കിൽ അതും അതിലപ്പുറവും പറയും. പക്ഷെ ഇബ്രാഹിം നബി അല്ലാഹ് പറയാണ് നീ അവിടെ നിർത്തിയിട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അത് കേട്ടു. അതാണ് ഹാജറ ബീവി ചോദിക്കുന്നത്, ആര് പറഞ്ഞിട്ടാ എന്നെയും ഈ കുഞ്ഞിനെയും ഒറ്റക്കാക്കി പോകുന്നത്? അള്ളാഹു പറഞ്ഞിട്ടാ? അല്ലാഹ് പറഞ്ഞിട്ടാണോ? അതെ, എങ്കിൽ അവൻ ഞങ്ങളെ കാത്തോളുന്നാണ്. ആ കാത്തതിൻ്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഒരടിമയായ നീഗ്രോയായ കറുത്തിരുണ്ട ഹാജർ എന്ന സ്ത്രീക്ക് ഈ ലോകത്തെ എല്ലാ മനുഷ്യരും, ഹജ്ജിന് ചെല്ലുന്നവരും ഖുർആൻ പഠിക്കുന്നവരുമായ സകല മനുഷ്യരും ഓർക്കുന്ന, ലോകാവസാനം വരെയുള്ള മനുഷ്യർ ഓർക്കുകയും പഠിക്കുകയും പാഠം ഉൾക്കുകയും ചെയ്യുന്ന തവക്കുലിൻ്റെ ജീവിക്കുന്ന രൂപമായിരുന്ന അവരെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാതെ നമുക്കെങ്ങനെയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കാനാകുന്നത്?
നമുക്ക് എങ്ങനെയാണ് ഹജ്ജും ഉംറയും ചെയ്യാനാകുന്നത്? മക്കത്തെത്തിയാൽ ഇത്രമേൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അവരെ ചേർക്കാൻ സാധിക്കുന്നത് ശരിക്കും അവരുടെ ജീവിതത്തിൻ്റെ തിരിച്ചറിവിൻ്റെ പാഠങ്ങളിൽ നിന്നാണ് എങ്കിൽ അതുപോലെയാകാൻ നമുക്ക് കഴിയണുണ്ടോന്നാണ്. എത്ര കുറ്റപ്പെടുത്തുന്നു, അങ്ങനെ ഒറ്റക്കാക്കി പോയി എങ്കിൽ എത്രമാത്രം അലോസരമുണ്ടാക്കും നമ്മൾ. പിന്നീട് വന്ന തിരിഞ്ഞു നോക്കൂ ആ ഭർത്താവിനെ. വാട്സപ്പില്ല, ഫോൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, വിളിച്ചാൽ കേൾക്കുന്നിടത്തേക്കല്ല. അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയത് ആഫ്രിക്കയിലേക്കാണ്. ഒരു ഭൂഖണ്ഡം തന്നെ അങ്ങോട്ട് താണ്ടിയിട്ടാണ്. ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്തല്ല, മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കാണ് യാത്ര. എന്നിട്ട് പോലും കുറ്റപ്പെടുത്തലുകളോ അലോസരങ്ങളോ ഇല്ല എന്നത് മാത്രമല്ല, ആ മകനെ അള്ളാഹുവിന് പൊരുത്തമുള്ള, അള്ളാഹുവിന് ഇഷ്ടമുള്ള നല്ലൊരു മകനാക്കി വളർത്താൻ സാധിച്ചു എന്നതാണ്. ആ വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന ആ മകനെ ബലി കൊടുക്കണമെന്നാണ്. അവിടെ ഈ മകനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത് പറയാണ്, ഇനി റഅയ്തു, ഞാൻ കണ്ടു, സ്വപ്നം കണ്ടു, നിന്നെ ബലി അറുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇഫ് എൽ മാ തുമർ, എന്താണോ ഉപ്പ താങ്കളോട് അള്ളാഹു നിർദ്ദേശിച്ചത്, അള്ളാഹു കൽപ്പിച്ചത് അത് താങ്കൾ ചെയ്തോളൂ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണോ അള്ളാഹു താങ്കളോട് കൽപ്പിച്ചത് അത് താങ്കൾ പ്രാവർത്തികമാക്കിക്കോളൂ എന്ന് പറയാൻ പാകത്തിൽ ഒരു മകൻ വളർന്നു വരണമെങ്കിൽ ആരാണ് ആ മകനെ ആ വിധത്തിൽ വളർത്തിയതെന്ന് ആലോചിക്കാം. ഉറപ്പായിട്ടും അത് ഹാജറ ബീവി വളർത്തിയ മകനാ. ഒരൊറ്റ പൈതലാണ്. അതിനെ പൊന്നുപോലെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മളെ നാട്ടിൽ പൊന്നുപോലെ വളർത്താന്ന് പറയുന്നത് കുട്ടികൾ എന്താവശ്യപ്പെടുന്നോ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തും അവരെ പ്രീതിപ്പെടുത്തിയാണ്. കുഞ്ഞുനാളിൽ കുഞ്ഞുങ്ങൾക്ക് വിവരം ഉണ്ടാവില്ല. നമുക്ക് വിവരമുള്ളത് പോലും നമ്മൾ മറികടന്നിട്ട് അവരുടെ ഇഷ്ടത്തിനും അവരുടെ ആഗ്രഹത്തിനും അവരുടെ താല്പര്യത്തിനും, അതൊരു പക്ഷേ ഭൗതിക ജീവിതത്തിന്റെ സുഖങ്ങളാണ്, അവരാവശ്യപ്പെടുന്ന ഭക്ഷണമാണ്, അവരാവശ്യപ്പെടുന്ന വസ്ത്രമാണ്, അവരാവശ്യപ്പെടുന്ന ജീവിതത്തിന്റെ ഉപാധികളാണ്, സൗകര്യങ്ങളാണ്. അന്ന് അങ്ങനെ ആവശ്യപ്പെടുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഹാജറ ബീവിക്ക് എവിടുന്ന് കിട്ടി? എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. പക്ഷേ ചോദിക്കുന്നതൊന്നും കൊടുക്കാൻ കിട്ടിയില്ലെങ്കിലും സൃഷ്ടാവിനെ കുറിച്ച്, പരിപാലകനെ കുറിച്ച്, വെള്ളം തന്ന സംസം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ ആ നീരുറവയുടെ പിറകിലുള്ള മഹാശക്തിയെ കുറിച്ച്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത്, അവനെയല്ലാതെ മറ്റൊന്നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യരുത് എന്നത്, അവനാണ് രക്ഷിതാവ് എന്നത്, അവൻ്റെ അടുക്കൽ ഒരു സ്വർഗമുണ്ട് എന്നത്, അതിലേക്ക് എത്തണമെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവനെ കൈവിടാതെ ജീവിക്കണമെന്നത്, അങ്ങനെ ഒട്ടേറെ തിരിച്ചറിവിന്റെ പാഠങ്ങൾ കൊടുത്താണ് ഹാജറ ബീവി ആ മകനെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ റബ്ബാണ് പറഞ്ഞത്, അള്ളാഹുവാണ് പറഞ്ഞത് എങ്കിൽ താങ്കൾ ചെയ്തോളൂ എന്ന് പറയാൻ ഒരു മകൻ പാകപ്പെടണമെങ്കിൽ ആ അള്ളാഹിനെ കുറിച്ച് അത്രമേൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പറ്റിയിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? ആലോചിച്ച് നോക്കുക. നമുക്ക് എന്തറിയാം അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? അത്രത്തോളം വലിയ തിരിച്ചറിവ് നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിക്കണം ഖുർആനിൽ നിന്ന്, നമ്മൾ ഉൾക്കൊള്ളണം ഖുർആനിൽ നിന്ന് തിരിച്ചറിവിന്റെ പാഠങ്ങൾ. നമ്മുടെ മക്കളെ അതിനനുസരിച്ച് വളർത്താൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ വളർത്തുന്ന ചില മാതാക്കളെ കുറിച്ച്. അവരാണ് ഫലസ്തീനിലെ ഉമ്മമാർ. അഗ്നിയിൽ പെട്ട് വിഷമിക്കുമ്പോഴും ആ തീ ഇങ്ങനെ ആളിപ്പടർന്ന് കത്തുമ്പോഴും ആ മക്കളുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്നൊരു വാക്കുണ്ട്. മുമ്പ് വലിയൊരു അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബിയുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്ന വാക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചില്ലേ ഇബ്രാഹിം നബിയോട്, എന്തെങ്കിലും ആവശ്യം വേണോ, എന്തെങ്കിലും സഹായം? അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചതാണ് എന്തെങ്കിലും സഹായം വേണമെന്ന്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുവാൻ അവൻ എത്ര നല്ലവനാ. അത്രമേൽ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു അവർ, അത്രമേൽ അള്ളാഹുവിനെ ഉൾക്കൊണ്ടു അവർ, അത്രമേൽ അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചു അവർ. നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ, ദുരന്തമുഖങ്ങളിൽ അള്ളാഹുവിനെ കൈവിടാതെ ജീവിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കത് സാധ്യമായെങ്കിലാണ് നമ്മുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കാനാകുന്നത്. അത്തരത്തിലുള്ള അള്ളാഹുവിനെ കുറിച്ച് ആ മാതാപിതാക്കൾ, ഫലസ്തീനിലെ ഉമ്മമാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
അവർക്ക് എന്തൊരു പട്ടിണിയാണ്, പരിവട്ടമാണ്, വെള്ളമില്ല, കഷ്ടപ്പാടാണ്, ദുരിതമുഖത്താണ്. ജീവിതത്തിന്റെ വേദനകളുടെ പർവ്വങ്ങൾ അവർ കയറുമ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ട്. അവരുടെ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പ്രതീക്ഷയുണ്ട്. ഷഹീദായാൽ ഒരു സ്വർഗം ലഭിക്കുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ട്. ഇതല്ല, ഇതിനുമപ്പുറമുള്ളൊരു പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അത്തരത്തിലുള്ള തിരിച്ചറിവിന്റെ പാഠങ്ങളിലൂടെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നത് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അറിഞ്ഞ പാഠങ്ങളിലൂടെ മനസ്സിലാക്കണം. അവിടെയാണ് ഹാജറ ബീവിയെ തിരിച്ചറിയേണ്ടത്. അവിടെയാണ് നമുക്ക് ആസിയ ബീവിയെ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ഈ വിധത്തിലൊക്കെ നമുക്ക് കിട്ടാൻ കാരണക്കാരായിട്ടുള്ള രണ്ടാളുകളില്ലേ റസൂലിന്റെ ഭാര്യമാർ. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിൻബലവും അവരുടെ സഹായവും അവരുടെ സാന്ത്വനിപ്പിക്കലും അവരുടെ ചേർത്ത് പിടിക്കലും ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റസൂലിന് ഇത്രമേൽ ശക്തി കിട്ടുമായിരുന്നോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വിഷമിച്ച് ഓടി വന്ന് സമ്മിലൂനി എന്ന് പറയുമ്പോൾ അതൊരു പുതപ്പിട്ട് മൂടൽ മാത്രമേ ആയിരുന്നോ? അതൊരു ചേർത്ത് പിടിക്കലും കൂടിയായിരുന്നില്ലേ? അതൊരു വല്ലാത്ത സാന്ത്വനിപ്പിക്കലായിരുന്നില്ലേ? ഒരിക്കലും വേദനിപ്പിക്കാതെ നന്മകളെ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ് ആശ്വസിപ്പിക്കലായിരുന്നില്ലേ? താങ്കൾ ഒരിക്കലും അല്ലാഹു കൈയൊഴിയില്ല, ഒരിക്കലും അല്ലാഹു കൈയൊഴിയില്ല. താങ്കൾ അശരണരെ സഹായിക്കുന്നവനാണ്, ഗതിമുട്ടിയ പാവങ്ങൾക്ക് ആഹാരം നൽകുന്നവനാണ്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ്. അല്ലാഹു താങ്കളെ വിഷമിപ്പിക്കില്ല എന്ന് പറയുക മാത്രമല്ല, ചേർത്ത് പിടിച്ചു, സാന്ത്വനിപ്പിച്ചു, പുതപ്പിട്ടു മൂടി, ആശ്വാസവാക്കുകൾ പറഞ്ഞു. പിറ്റേ ദിവസം സ്വന്തം അമ്മാവനായ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജൂത പണ്ഡിതനായ അദ്ദേഹത്തിൽ, ക്രിസ്തീയ പുരോഹിതനായ അദ്ദേഹത്തിൽ നിന്നും കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയായി ആശ്വാസത്തിന്റെ തെളിനീരുറവയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ടല്ലേ അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളുടെ തുടർച്ചയുണ്ടാകുന്നത്. അന്ന് കൈവിട്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയെങ്കിൽ, അസ്വസ്ഥപ്പെടുത്തിയെങ്കിൽ നമുക്ക് എന്താകുമായിരുന്നു റസൂലിൻ്റെ ഒരവസ്ഥ? അതിനുശേഷം ഖദീജ ബീവിക്ക് ശേഷം ഈ കൂടെ നിൽക്കുന്നതിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുണ്ടായിരുന്ന പങ്കിനെ കുറിച്ച് നമുക്കറിയാം. 2000-ൽ പരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ത്രീകൾക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള പാകത്തിലുള്ള ഒട്ടനേകം അറിവുകൾ പകർന്നു കൊടുക്കുകയും നേരെ ചൊവ്വെ റസൂലിനോട് ചോദിക്കാൻ മടിയുള്ള ചില വിഷയങ്ങളിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് സ്ത്രീകൾക്ക് സംശയ നിവാരണം നടത്തുകയും ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ സഹായിക്കുന്നുവെങ്കിൽ, നമ്മൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതാണ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, എത്രമാത്രം ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവിയെ കുറിച്ച്, മറിയം ബീവി അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച്, അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് പിടിച്ചു നിന്നതിനെ കുറിച്ച്, അവർക്ക് അള്ളാഹു നേരിട്ട് ഭക്ഷണം ഇറക്കി കൊടുത്തതിനെ കുറിച്ച്, അവരുടെ ഉമ്മയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഇംറഅത്തു ഇമ്രാൻ എന്ന് പറഞ്ഞിട്ടില്ലേ? മറിയം ബീവിയെ ഉമ്മയെ കുറിച്ച് പറഞ്ഞു, മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞു. മറിയം ബീവി പിതാവില്ലാതെ പ്രസവിച്ച് വളർത്തിയ ഈസാ അലൈഹിസ്സലാമയെ കുറിച്ച് പറഞ്ഞു. ആരെ കുറിച്ചാണ് ഖുർആൻ പറയാത്തത്? എത്രയെത്ര സ്ത്രീകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൽ എത്ര പേരെ കുറിച്ച് അറിയാം? അവരുടെ ജീവിതത്തിന്റെ ജീവിക്കുന്ന സ്പന്ദനങ്ങളെക്കുറിച്ച്, ചലനങ്ങളെക്കുറിച്ച്, അവരിലൂടെ ഓരോ സമൂഹവും ഓരോ ചരിത്രവും വികാസം പ്രാപിച്ചതിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത ആശയങ്ങളുടെ അക്ഷയഖനിയായിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് അതിൻ്റെ ആ സ്വാധീനത്തിൽ ജീവിക്കാൻ കഴിയുക എന്നത് ഒരു അനുഭൂതിയാണ്. എത്രത്തോളം നിങ്ങൾക്കറിയാവോ? വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? നമസ്കാരത്തെക്കുറിച്ചാണ് പരലോകത്ത് ആദ്യമായിട്ട് ചോദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കരിക്കാത്തവർക്കുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നു വീഴുന്ന നരകത്തെക്കുറിച്ചും ആ നരകത്തിന്റെ വിശേഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. സഖർ എന്ന ഭീകരമായ നരകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമാ അദ്റാക മാ സഖർ, സഖർ എന്നാൽ എന്താണെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ വിശേഷണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ.
എന്നിട്ട് സഖർ എന്ന ഈ ഭീകരമായ നരകത്തിൽ നിങ്ങൾ വന്ന് വീഴാനുള്ള കാരണം എന്താണ് എന്ന് ആ നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകൾ ഈ സഖർ എന്ന അതിഭീകരമായ നരകത്തിലേക്ക് ഇടുമ്പോൾ ആ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാരണമുണ്ട്. ലം നകു മിനൽ മുസല്ലീൻ. 4 കാരണങ്ങളാണ്. ഒന്ന്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ്. നിസ്കരിക്കാത്തവൻ നരകത്തിലാണ് എന്നതും. നമസ്കരിക്കാത്തവർ നരകത്തിലാണ് എന്നതും. പിന്നെ അതിന് 4 കാരണങ്ങൾ. ആ 4 കാരണമൊന്നും ഞാൻ പറയണില്ല. ഞാനിവിടെ പറയുന്നത് നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുഞ്ഞുനാളിൽ മദ്രസ പഠിക്കുമ്പോഴും അതല്ലാതെ ആയപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഒദുവിനെ കുറിച്ച്, നമ്മൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച്, നിസ്കാരത്തിൻ്റെ ഷർത്തിനെ കുറിച്ച്, ഫർദിനെ കുറിച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ സാന്ദർഭികമായിട്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. എനിക്ക് അവസാനിപ്പിക്കാറായി. ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് വിജയത്തിന്റെ മാനദണ്ഡമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നാണ്. അവരവരുടെ നമസ്കാരത്തിൽ ശ്രദ്ധാലുക്കൾ, ഭക്തിയുള്ളവരാണെന്നാണ്. വല്ലദീന ഹും ഫീ സ്വലാത്തിഹിം യുഹാഫിളൂൻ എന്ന് അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ അതേ ആയത്തിൽ തന്നെ, അതേ അധ്യായത്തിൽ തന്നെ സൂറ മുഅ്മിനൂനിൽ നമുക്ക് കാണാൻ സാധിക്കും അവരവരുടെ നമസ്കാരത്തിൽ ശ്രദ്ധാലുക്കളാണ് എന്ന്. 2 കാരണങ്ങളാണ് വിജയത്തിന്റെ മാനദണ്ഡമായിട്ട് പറഞ്ഞത്. ഒന്ന്, നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. ഭക്തിയുള്ള സത്യവിശ്വാസികളാണ് വിജയിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, നമുക്ക് അത്രമേൽ ഭക്തിയുണ്ടോ? ഷർത്ത്, ഫർള്, അതിൻ്റെ എണ്ണം, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴും നമസ്കാരത്തിൽ ഉണ്ടാകേണ്ട ഒരു ഭക്തി നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഭക്തിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ മറ്റൊരു സംഗതിയുണ്ട്, എങ്ങനെയായിരിക്കണം എന്നുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, എന്താണ് കള്ളു കുടിക്കുന്നതിനെ കുറിച്ച്. കള്ളുകുടി പെട്ടെന്ന് ഒരു ദിവസം നിർത്തിയതല്ല. പച്ചവെള്ളം പോലെ കള്ളു കുടിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകളോട് ഖുർആൻ, കള്ളിൽ ദോഷങ്ങളുണ്ട്, പിന്നെ എന്താണ്, കുറച്ചൊക്കെ ഗുണമുണ്ട്, ഒരുപാട് ദോഷമാണെന്ന് ആദ്യം പറഞ്ഞത്. കുറച്ചൊക്കെ ഗുണമുണ്ട്, ഒരുപാട് ദോഷമുണ്ട്. പിന്നെയും അവർ അത്രയൊന്നും അങ്ങോട്ട് നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർ 2ാമത്തെ ആയത്ത് ഇറങ്ങിയത് കള്ളു കുടിച്ചുകൊണ്ട് നിസ്കാരത്തോട് അടുക്കരുത് എന്നാണ്. ആ ആയത്തിൻ്റെ മുഴുവനും നിങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ അത് സൂറ മാഇദയിലാണ്, 6ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ആയത്തിലാണ് അത് വരുന്നത്. അവിടെ നമുക്കൊരു ആയത്ത് കാണാൻ സാധിക്കുന്നത്, ലാ തഖറബു സ്വലാത്ത വ അൻതും സുകാറാ, ലഹരി ബാധിതരായിട്ട് നിങ്ങൾ നിസ്കാരത്തോട് അടുക്കരുത്. എനിക്ക് അതല്ല പറയാനുള്ളത്, അതിനോട് ചേർന്ന് വരണം. നമ്മളൊന്നും കള്ളു കുടിച്ചിട്ടല്ലല്ലോ നിസ്കാരത്തിലേക്ക് വരുന്നത്. അതിനോട് ചേർത്ത് വരുന്നൊരു ഭാഗം എന്താണെന്നറിയാം, ഹത്താ തഖൂലു മാ തഅലമൂൻ എന്നാണ്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ആ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകും. നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും അന്നദാതാവുമായ എൻ്റെ റബ്ബാണ് ഏറ്റവും വലിയവൻ എന്ന ബോധ്യം നമുക്കുണ്ടാവണമല്ലോ. ആ ഏറ്റവും വലിയവനായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യം, ഞാൻ നിസ്കരിക്കുകയാണെന്നുള്ള ബോധ്യം, ഞാൻ നമസ്കരിച്ച് കഴിഞ്ഞവനാണെന്ന ബോധ്യം. അഖിമി സ്വലാത്ത ലിദിക്രി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെയാണ്. ആ വിധത്തിൽ നമ്മൾ അത് ശ്രദ്ധിക്കണുണ്ടോ എന്നതാണ്. നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പോവുകയാണ് എന്ന ബോധ്യം, നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുകയാണ് എന്ന ബോധ്യം, നിസ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ നമസ്കരിച്ചവനാണ് എന്ന ബോധ്യം, ഇതൊക്കെ നമുക്കുണ്ടോ എന്ന് നമ്മൾ നിർത്താം. നമ്മൾ ആലോചിക്കും. ഇപ്പം നിർത്താട്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ലഹരി ബാധിതരായിക്കൊണ്ട് നമസ്കാരത്തോട് അടുക്കരുത് എന്നതും, നിങ്ങൾ എന്ത് പറയുന്നു എന്നത് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം എന്നതുപോലെ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ എന്താണ് എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നത്, എന്താണ് എൻ്റെ റബ്ബ് എന്നോട് സംവദിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകണം. അതില്ലെങ്കിൽ ഖുർആൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അള്ളാഹു എന്നോട് സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും രക്ഷിതാവുമായ റബ്ബ് എന്നോട് എന്താ പറയണത് എന്നറിയാനുള്ള കൗതുകവും ജിജ്ഞാസയും, അത് തിരിച്ചറിയാനുള്ള ഒരു മനസ്സും, അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു നിർബന്ധ ബുദ്ധിയും നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും.
തലമുറകളിലേക്ക് തിരിച്ചറിവിന്റെ പാഠങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഉമ്മ എന്ന നിലക്ക്, കുടുംബിനി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ഖുർആനിനെ മനസ്സിലാക്കുന്നുവെങ്കിൽ, പഠിക്കുന്നുവെങ്കിൽ, തിരിച്ചറിയുന്നുവെങ്കിൽ, ബുദ്ധിപരമായി ചിന്തിക്കുന്നുവെങ്കിൽ, മനനം നടത്തുന്നുവെങ്കിൽ, ഗ്രഹിച്ചു മനസ്സിലാക്കുന്നുവെങ്കിൽ, നമ്മുടെ മക്കളിലേക്ക് ആൺ പെൺ ഭേദമന്യേ ഈ തിരിച്ചറിവിന്റെ പാഠങ്ങൾ നൽകാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ അൽഹംദുലില്ലാഹ് ഈ ഉമ്മത്ത് രക്ഷപ്പെടും ഉറപ്പായിട്ടും. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്നൊരു ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിതത്തെ കാണാനും ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു എല്ലാ നിലക്കും വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും നമ്മെ എല്ലാവരെയും അതിനു വേണ്ടിയിട്ട് നമുക്ക് തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പടച്ച തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കട്ടെ ഖുർആൻ. നമ്മുടെ ഹൃദയത്തിലെ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ആകുലതകളും എല്ലാം അകറ്റുന്ന സിദ്ധൌഷധമാക്കി നൽകട്ടെ. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ള മക്കൾ, അവർക്കതിന് പ്രചോദനമായിട്ടുള്ള മാതാപിതാക്കൾ, ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകർ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.